ഈ വീഡിയോയിൽ കുറച്ച് ഡെവലപ്മെൻറ്റ്സ് അതിൽ മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേൽ ഗാസ വിഷയത്തിൽ ഇസ്രായേലിൻ്റെ ഉള്ളിൽ തന്നെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ജപ്പാനിൽ പ്രൈം മിനിസ്റ്റർ റിസൈൻ ചെയ്തത് അതുമായിട്ട് ബന്ധപ്പെട്ട് ചില റൂമറുകൾ, അതുപോലെ തന്നെ റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കയുടെ നിലപാട്, ഈ 3 വിഷയങ്ങളാണ് നോക്കുന്നത്. ഇതിൽ നമ്മൾ ആദ്യമേ തന്നെ ഇസ്രായേലിൻ്റെ വിഷയം നോക്കിക്കഴിഞ്ഞാൽ ഇസ്രായേൽ ഗാസയ്ക്കുള്ളിൽ തകൃതിയായിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. കാരണം ട്രംപ് ഒരു 24 മണിക്കൂർ ടൈം ലൈനാണ് ഇന്നലെ രാത്രി പ്രഖ്യാപിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു 24 മണിക്കൂർ ടൈം ലൈൻ ഇപ്പോൾ ഏതാണ്ട് അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പറഞ്ഞിരുന്നത് 48 ബന്ദികളെ ഇമീഡിയറ്റ് ആയിട്ട് റിലീസ് ചെയ്യുക, ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ പിന്നീട് സംസാരിച്ച് തീർക്കാം എന്നാണ് ട്രംപ് പറഞ്ഞത്. ഇതിന് കാരണം വേറെ ഒന്നുമില്ല, ഹൂത്തികളുടെ മേളിൽ മൊസാദ് നടത്തിയ ഒരു ഓപ്പറേഷൻ, അതിനെ തുടർന്ന് ഹൂത്തികൾ ഇസ്രായേലിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൂത്തികളുടെ മിസൈൽ ആക്രമണത്തിൽ അത്ര രീതിയിൽ വിജയം കാണാൻ കഴിയുന്നില്ല ഹൂത്തികൾക്ക്. അതുകൊണ്ടാണ് അവർ കേബിൾ കട്ടിങ് അതുപോലത്തെ കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. എനിവേ, അതൊരു സൈഡിലിരിക്കട്ടെ. എന്നാലും ഈ ശരിക്കും ഇറാൻ ഇസ്രായേൽ യുദ്ധം നടന്നല്ലോ, ആ യുദ്ധത്തിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ദീർഘമായ പഠനം ഇറാന്റെ ഭാഗത്ത് നിന്ന് നടത്തിയിട്ടുണ്ട്. അതായത് മാക്സിമം ഡ്രോണുകൾ അയച്ച് ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ ബിസി ആക്കുക. അങ്ങനെ ബിസി ആക്കി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്, വളരെ എളുപ്പത്തിൽ തന്നെ ഇതിനെ ബ്രീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഒരു നിശ്ചിത അളവിലുള്ള ഒരു 100-150 മിസൈൽ വിത്ത് ഡ്രോൺ മിക്സ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന് ബിസി ആക്കാൻ പറ്റും. ആ ബിസി ആയിരിക്കുന്ന ക്യാപ്പിൽ വീണ്ടും കുറച്ച് മിസൈലുകൾ ഇട്ട് കഴിഞ്ഞാൽ ഈ ഡിഫൻസ് സിസ്റ്റത്തിനെ ബ്രീച്ച് ചെയ്ത് ടാർഗറ്റിനെ അറ്റൈൻ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതേ മാതൃകയിലുള്ള ആക്രമണം റഷ്യ ഉക്രൈൻ്റെ മേളിൽ പരീക്ഷിക്കുന്നുണ്ട്, ഉക്രൈൻ റഷ്യയുടെ അടുത്തും കാണിക്കുന്നുണ്ട്. ഈ മോഡേൺ ഡേയ്സിൽ നമ്മളും ഡമ്മി ആയിട്ടുള്ള കുറച്ച് എയർബോൺസ് പാകിസ്ഥാനുള്ളിലേക്ക് അയച്ചിരുന്നു. അപ്പോൾ അതിലേക്ക് എയർ ഡിഫൻസ് സിസ്റ്റം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മളും പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തച്ച് തകർത്തത്. ഇതുപോലെ ഇസ്രായേൽ ഇറാന്റെ ഉള്ളിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റം അറ്റാക്ക് ചെയ്യാനും ഈ യുക്തി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ ഒരു മാക്സിമം പ്രൊട്ടക്ഷൻ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള വിഷയമായിട്ട് മാറിയിരിക്കുകയാണ് ഇന്നത്തെ ഒരു മോഡേൺ വാർഫെയറിൽ. ഇതിൽ നിന്നും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ യുദ്ധം എപ്പോഴും എക്സ്പെൻസീവ് ആണ്. നിലവിലെ മോഡേൺ വാർഫെയർ എന്ന് പറയുന്നത് ഭീമമായ എക്സ്പെൻസസ് വേണ്ടി വരുന്ന ഒരു പരിപാടിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഈ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെ തന്നെ വഴിതെറ്റിക്കാൻ ഒരുപാട് മിസൈലുകൾ മുൻകൂട്ടി ഫയർ ചെയ്യേണ്ടി വരുന്നു, അഥവാ മിസൈൽ അഥവാ ഡ്രോണുകൾ. ഇതൊക്കെ തന്നെ നഷ്ടക്കച്ചവടമാണ്. അപ്പോൾ അങ്ങനെ നഷ്ടം വരുത്തിക്കൊണ്ട് മാത്രമേ യുദ്ധം മുന്നോട്ട് പോകാൻ പറ്റൂ. അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെളിയിക്കുകയാണ്. എത്രത്തോളം സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നോ അത്രത്തോളം യുദ്ധം ചിലവേറിയതായിട്ട് മാറുകയാണ്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേലിന്റെ ഉള്ളിൽ ജെറുസലേമിൽ 6 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമില്ല, 2 പേര് തോക്കുമായിട്ട് വന്ന് തുരിതരാ വെടിവെപ്പ്. ആദ്യ വെടിവെപ്പിൽ ഏതാണ്ട് 17ഓളം പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് വാർത്തകൾ വരുന്നത്. അതിലിപ്പോൾ ഏതാണ്ട് 6 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഇത് ശരിക്കും വെസ്റ്റ് ബാങ്കിന്റെ ഉള്ളിൽ ഇസ്രായേൽ നടത്തുന്ന ഒരു അനക്സേഷൻ ആ ഒരു പ്രോഗ്രാമിനെ ഒപ്പോസ് ചെയ്തുകൊണ്ട് അതിലേക്കുള്ള ഒരു വിയോജിപ്പായിട്ടാണ് ഈ ഒരു വെടിവെപ്പിനെ കണക്കാക്കാൻ പറ്റുന്നത്. സ്പെയിൻ അവരുടെ അംബാസിഡറെ ഇസ്രായേലിന്റെ ഉള്ളിൽ നിന്ന് തിരിച്ചു വിളിച്ചിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയ്ക്കുള്ളിലുള്ള റിമൈനിങ് ആയിട്ടുള്ള ഉയർന്ന കെട്ടിടങ്ങൾ കംപ്ലീറ്റ് അടിച്ച് നിരത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കട്ടക്കലിപ്പിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ശരിക്കും ഇസ്രായേൽ മാരകമായിട്ടുള്ള ആക്രമണങ്ങൾ ഗാസയ്ക്കുള്ളിൽ നടത്തുകയാണ്. അതാണ് ശരിക്കും നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ വെച്ചിരിക്കുന്ന ഫൂട്ടേജസ് എല്ലാം നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റും. തകൃതിയായിട്ടുള്ള ആക്രമണങ്ങളാണ് ഗാസയ്ക്കുള്ളിൽ നടക്കുന്നത്. പിന്നെ ഇസ്രായേലിന്റെ ഉള്ളിൽ ഇത് കൂടാതെ തന്നെ തീവ്രവാദ ആക്രമണം എന്നുള്ള നിലയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇസ്രായേലിന്റെ ഉള്ളിൽ തന്നെ പൊതുവെ ഒരു അൺസർട്ടനിറ്റി ഉണ്ട്, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ട്രംപിന്റെ ആ ഒരു 24 മണിക്കൂർ വാണിംഗ് വന്നതിനെ തുടർന്ന് ഹമാസ് റെസ്പോണ്ട് ചെയ്തിരിക്കുകയാണ്. ഹമാസ് റെസ്പോണ്ട് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഇത് റിലീസ് ചെയ്യാൻ തയ്യാറാണ്, കുഴപ്പമൊന്നുമില്ല, ബന്ദികളെയൊക്കെ ഞങ്ങൾ വിട്ടയക്കാം, പക്ഷേ ഇസ്രായേലിന്റെ IDF ട്രൂപ്പ് പൂർണ്ണമായിട്ടും ഗാസ വിട്ടു പോകണം. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ജയിലിൽ ഉള്ളിലുള്ള പാലസ്തീനിയൻസിനെ മൊത്തം റിലീസ് ചെയ്യണം. ഇതും കൂടി ഹമാസ് പറയുന്നുണ്ട്. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. ശരിക്കും ഇസ്രായേൽ ഒരു ഫൈനൽ മൊമെന്റിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ ഇസ്രായേൽ ഒരു ഫൈനൽ സ്റ്റെപ്പിലേക്ക് തന്നെയാണ് പോകുന്നത്. അതായത് മീനിങ് എന്ന് പറഞ്ഞാൽ ഹമാസ് ഒരിക്കലും ഈ ഒരു ബന്ദിമോചനത്തിന് തയ്യാറല്ല. അവര് അക്സെപ്റ്റബിൾ അല്ലാത്ത രീതിയിലുള്ള കണ്ടീഷൻസ് ആണ് എപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏകദേശം ഗാസ ഒരു 60% ഒന്നുമില്ല ആ രീതിയിൽ തന്നെ ആക്കി തീർത്തിരിക്കുന്നത്. ബാക്കിയുള്ള ചെറിയൊരു പോർഷനാണ് അവിടെ ഉള്ളത്. ഇതിൽ റഫ ഭാഗത്ത്, റഫ ഗേറ്റിന്റെ പുറകിൽ ഫിലഡൽഫി കോറിഡോറിന്റെ ഈ സൈഡ് ഭാഗത്തായിട്ട് കുറച്ച് എക്സ്ട്രാ സ്ഥലം ഈ ഈജിപ്ഷ്യൻ സൈനായ് പ്രൊവിൻസിൽ ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഈ ജനങ്ങളെ കൊണ്ട് പാർപ്പിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോ, ഇത് അമേരിക്കയുടെ മീഡിയേഷനിൽ ഈജിപ്ത് ഈ സ്ഥലം വിട്ടു കൊടുക്കേണ്ടി വരും. ഇസ്രായേലിന്റെ ഉള്ളിൽ ഹൈക്കോർട്ട് പറഞ്ഞിരിക്കുന്നത് പാലസ്തീനിയൻ പ്രിസണേഴ്സിന്റെ ആ ഒരു സ്റ്റേ അക്കോമഡേഷൻ അത് അത്ര നല്ലതല്ല, അവരെ മെച്ചപ്പെട്ട രീതിയിൽ പാർപ്പിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലിന്റെ ഹൈക്കോർട്ട്. അതായത് ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത്. അതായത് ഇത് ഗാസയാണെങ്കിൽ ഇസ്രായേലിന് സപ്പോർട്ടായിട്ടോ അല്ലെങ്കിൽ ഇസ്രായേൽ പ്രസിഡൻസിന് അല്ലെങ്കിൽ ഇസ്രായേൽ ബന്ദികൾക്ക് സപ്പോർട്ടായിട്ടോ തീരുമാനം നിങ്ങൾക്ക് ഗാസയുടെ ഉള്ളിലോ അല്ലെങ്കിൽ PA അതോറിറ്റിയുടെ കീഴിലോ പ്രതീക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇസ്രായേലിന്റെ ഉള്ളിൽ ഒരു കോടതി സംവിധാനമുണ്ട്. ഇസ്രായേലിന്റെ ഉള്ളിലെ ഒരു ഡെമോക്രസിയാണ് റൺ ചെയ്യുന്നത്. അവിടെ ഒരു കോടതി സംവിധാനമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അവിടെ വിസ്തരിക്കപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് കോടതി പറഞ്ഞിരിക്കുകയാണ് കൃത്യമായിട്ടുള്ള പരിചരണങ്ങൾ കൊടുക്കണം പാലസ്തീനിയൻ പ്രസിഡൻസിന് എന്നാണ് ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ന്യൂയോർക്ക് മേയർ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് സോറാൻ മംദാനി. ഈ സോറാൻ മംദാനി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ന്യൂയോർക്ക് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ
ഇസ്രായേലിന്റെ ബോണ്ട് ഇൻവെസ്റ്റ്മെന്റ് ന്യൂയോർക്ക് സിറ്റിക്കുള്ളിൽ നടക്കാതിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോറാൻ മംദാനി ശരിക്കും ഫ്രീ പാലസ്തീൻ മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വരുന്നതിൽ ആശ്ചര്യപ്പെടാനൊന്നുമില്ല. പക്ഷേ ഇസ്രായേലിന്റെ ഫണ്ടാണെങ്കിലും ഏത് ഫണ്ടാണെങ്കിലും ഇത് ട്രംപിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്കുള്ളിൽ ഇൻവെസ്റ്റ്മെന്റ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പ്രത്യേകിച്ച് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇതേപോലെ ഹമാസിനെ അനുകൂലിക്കുന്ന ആൾക്കാർ എതിർക്കുന്ന പ്രസിഡന്റുമാണ് ഡൊണാൾഡ് ട്രംപ്. ആ സാഹചര്യത്തിൽ ന്യൂയോർക്ക് സിറ്റിയിൽ ഇങ്ങനെ ഒരു മേയർ വന്നു കഴിഞ്ഞാൽ അത് ട്രംപിന് എത്രമാത്രം ചാലഞ്ചിങ് ആവും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. അപ്പോൾ എന്തായാലും സോറാൻ മംദാനി അവിടെ വിജയിക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരാണ് സോറാൻ മംദാനിയെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡെമോക്രാറ്റ് പാർട്ടിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അങ്ങനെ വിജയിച്ചു കഴിഞ്ഞാൽ ട്രംപിനൊരു വെല്ലുവിളിയായിരിക്കും. ഇപ്പോൾ നമ്മൾ ജപ്പാന്റെ വിഷയത്തിലേക്ക് പോകാം. ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ രാജിവെച്ചത് ഞാൻ എൻ്റെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ അമേരിക്കയ്ക്ക് ഇൻവെസ്റ്റ്മെന്റ് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവിടെ പ്രശ്നം ഉണ്ടാകുന്നത്. അല്ലാതെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട അവിടെ യാതൊരു പ്രശ്നങ്ങളില്ല. ഇന്ത്യയും ജപ്പാനും തമ്മിൽ ദീർഘകാല ബന്ധമുള്ള രാജ്യങ്ങളാണ്. രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് കൊണ്ട് നല്ല രീതിയിലുള്ള ബന്ധമുള്ള ആൾക്കാരാണ്. ഏതാണ്ട് 5 ലക്ഷം ഇന്ത്യക്കാരെ വരും വർഷങ്ങളിലായിട്ട് ജപ്പാനിന് ആവശ്യം വരും. ജപ്പാന്റെ പോപ്പുലേഷൻ ഷോർട്ടേജ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുക. അവർക്ക് വേറെ എവിടെ നിന്ന് കൊണ്ടുവരാൻ പറ്റും? അമേരിക്കക്കാരെ കൊണ്ട് ജപ്പാനിൽ പണിയെടുപ്പിക്കാൻ പറ്റുമോ? നടക്കുന്ന കാര്യമല്ല. ചൈനയ്ക്കും ജപ്പാനും ഒക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യക്കാരാണ് ഓപ്ഷൻ. അതായത് ഈ ഏഷ്യൻ സൈഡിൽ കിടക്കുന്ന സൗത്ത് കൊറിയ, ജപ്പാൻ, ഈ 2 രാജ്യങ്ങൾക്കും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യൻ പോപ്പുലേഷൻ. ചെറിയ വിഷയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ചില പ്രത്യേക ആചാരങ്ങൾ ഇന്ത്യക്കാർ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി കാണിക്കുമ്പോഴത്തേക്കും അവരെ ശരിക്കും അവിടെ നിന്ന് നിങ്ങളുടെ നാട്ടിലേക്ക് പൊയ്ക്കോ എന്നുള്ള രീതിയിലുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ വരും. അതിലുപരിയായിട്ട് ബിയോണ്ട് ദാറ്റ് ലെവലിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ജപ്പാന്റെ ഉള്ളിലും ജപ്പാനും സൗത്ത് കൊറിയയും പ്രവർത്തിക്കണമെങ്കിൽ ഇന്ത്യൻ പോപ്പുലേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതാദ്യം മനസ്സിലാക്കിക്കൊള്ളുക. ഏഷ്യൻ സൈഡിൽ ജപ്പാനും സൗത്ത് കൊറിയയും ഇന്ത്യക്കെതിരല്ല. അതാദ്യം മനസ്സിലാക്കണം. പിന്നെ അടുത്ത വിഷയം പറയാൻ വെച്ചാൽ ജപ്പാൻ ഏറ്റവും കൂടുതൽ ഫണ്ട് നിക്ഷേപിച്ചിരിക്കുന്നത് US ബോണ്ടിലാണ്, ട്രഷറി ബോണ്ടിൽ. ജപ്പാൻ ഒരു 4 മാസങ്ങൾക്ക് മുമ്പ് ഈ ബോണ്ടെല്ലാം തന്നെ ഞങ്ങൾ വിഡ്രോ ചെയ്യുമെന്ന് അമേരിക്കയെ ഭീഷണിപ്പെടുത്തിയിരുന്നു. കാരണം എന്താണ്? താരിഫ്. ട്രംപിന്റെ ഈ ഒരു താരിഫ് നയമാണ് അതിന് കാരണമായത്. പിന്നീട് ട്രംപ് ജപ്പാനെ വിളിച്ച് സംസാരിക്കുകയും ജപ്പാൻ ഞങ്ങളുടെ വളരെ നല്ല സുഹൃത്താണ്, അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ പ്രശ്നത്തിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്, അല്ലാതെ ഇങ്ങനെ വിഡ്രോ ചെയ്യല്ല വേണ്ടത് എന്നുള്ള റിക്വസ്റ്റിനെ മാനിച്ചുകൊണ്ട് ജപ്പാൻ ആ തീരുമാനത്തിൽ നിന്ന് പിൻവലിഞ്ഞത്. പിന്നീട് ഈ ഒരു താരിഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ശരിക്കും EV കാറിന്റെ താരിഫിലാണ് ഇവർക്ക് തീരുമാനമാവാതിരുന്നത്. ജപ്പാനിൽ നിന്നും എക്സ്പോർട്ട് ചെയ്യുന്ന EV കാറുകൾക്ക് മേളിൽ ചുമത്തിയിരിക്കുന്ന ചുങ്കം, അതിനെ ചൊല്ലിയാണ് തർക്കം നീണ്ടു നിന്നത്. കാരണം അമേരിക്കൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിക്കുന്ന EV കാർ മേഖലയാണ് ജപ്പാൻ്റെത്. ഈ ജപ്പാൻ എന്ന് പറഞ്ഞത് കൂടുതലും എക്സ്പോർട്ടിനെ ആശ്രയിച്ചിരിക്കുന്ന രാജ്യമാണ്. അതുകൊണ്ട് അമേരിക്കയുമായിട്ടൊരു ബാലൻസ് നെഗോസിയേഷനിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കാരണം അമേരിക്ക പോലത്തെ രാജ്യത്തിലേക്ക് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വൻ വീഴ്ചയാണ്. പിന്നീട് അവർക്ക് ഏറ്റവും കൂടുതൽ ഓപ്ഷനുള്ള മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. സെൽഫ് റിസലിയന്റ് എന്നുള്ള പ്രോഗ്രാമൊക്കെയാണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് അവർക്ക് അവരുടെ പ്രോഡക്റ്റ് ഇങ്ങോട്ട് കയറ്റിയിരിക്കുക എന്നുള്ളതിലുപരിയായിട്ട് അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്കുള്ളിൽ നടത്തുക എന്നുള്ളതാണ് പ്രോഫിറ്റബിൾ. അതുകൊണ്ടാണ് അവർ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യക്കുള്ളിൽ നടത്താമെന്ന് പറയുന്നത്. നമ്മുടെ ഉള്ളിലും, കാരണം നമ്മുടെ രാജ്യത്തിനുള്ളിൽ നമ്മൾ EV കാർ പോലത്തെ സാധനങ്ങളൊക്കെ നമ്മളും സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അതിലുപരിയായിട്ട് ആഗോള മാർക്കറ്റിൽ നിന്ന് വീണ്ടും ഇറങ്ങുന്നുണ്ട് ഇന്ത്യക്കുള്ളിൽ. അപ്പോൾ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിൽ ജപ്പാന്റെ പ്രസിഡന്റ് രാജിവെച്ചത് ഒരു ഗ്രാജുവൽ പ്രോസസ്സാണ്. കാരണം അമേരിക്കയുമായിട്ടുള്ള ട്രേഡ് ഡീൽ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ രാജിവെക്കേണ്ടതാണ് എന്നുള്ളത് മുൻകൂട്ടി തന്നെ പറഞ്ഞിരുന്നതാണ്. ഇനി അഥവാ രാജിവെക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. ഹൗസിന്റെ മെജോറിറ്റി നോക്കിയാലും തീർച്ചയായിട്ടും നിലവിലെ ജപ്പാൻ പ്രൈം മിനിസ്റ്ററിന്റെ പാർട്ടി ലിബറൽ ഡെമോക്രാറ്റ് പാർട്ടിക്ക് ഭൂരിപക്ഷമില്ല. ആ ഭൂരിപക്ഷമില്ല എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ശരിക്കും ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ രാജിവെക്കുന്നത്. കാരണം ഈ പുള്ളി റിസൈൻ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന് ഫോഴ്സ്ഫുള്ളി അവിടെ നിന്ന് റിസൈൻ ചെയ്യിപ്പിക്കും. ആ സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഈ പൊതുജനങ്ങളുടെ മധ്യേ ഒരു അഭിപ്രായം ഈ പാർട്ടിയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാവും. അപ്പോൾ ഇലക്ഷന് പോകുന്നതിന് മുമ്പേ ഈ പാർട്ടിയെക്കുറിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കേണ്ട എന്നുള്ള ധാരണയിലാണ് റിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക വന്ന് അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി അങ്ങനെയൊന്നുമില്ല. അതൊന്നും വെറുതെ പറയുന്ന കാര്യങ്ങളാണ്. അമേരിക്കയ്ക്ക് ഇതിനകത്ത് കാര്യമുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ജപ്പാൻ 550 ബില്യൺ ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ പോയി അമേരിക്കയിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് സമ്മതിച്ചുകൊണ്ട് ഈ താരിഫ് നെഗോഷിയേറ്റ് ചെയ്തതിൽ അവിടെ മെജോറിറ്റി ഹൗസ് മെമ്പേഴ്സിന് അതൃപ്തിയുണ്ട്. കാരണം 550 ബില്യൺ കൊടുത്തുകൊണ്ട് വേണോ നമ്മൾ ഈ ഒരു 15% താരിഫ്? എന്നാൽ പിന്നെ 550 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0% ആക്കാമായിരുന്നല്ലോ എന്നാണ് ചോദ്യം. കാരണം ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ 0% ആക്കി തരണമായിരുന്നു എന്നാണ് ജപ്പാന്റെ ന്യായമായിട്ടുള്ള ആഗ്രഹം. ഇനിയിപ്പോൾ അടുത്ത പുതിയ പ്രധാനമന്ത്രി വരട്ടെ, എന്താണ് ഇനിയിപ്പോൾ നടക്കുന്നത് കാണാം. ഇന്ത്യയുമായിട്ടുള്ള നിലപാടിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അത് നമ്മൾ മനസ്സിലാക്കിയിരുന്നാൽ മതി. കാരണം പലപ്പോഴായിട്ട് ജപ്പാന്റെ ഉള്ളിൽ മാറി മാറി ഏത് പൊളിറ്റിക്കൽ പാർട്ടി തലപ്പത്ത് വന്നാലും ഇന്ത്യയുമായിട്ടുള്ള നിലപാടിൽ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇനി നമ്മൾ നേരെ റഷ്യയുടെ മുന്നിൽ പരാജയപ്പെട്ട് നിൽക്കുന്ന അമേരിക്കയുടെ നയങ്ങൾ, അതാണ് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം അമേരിക്കയ്ക്ക് ഗത്യന്തരമില്ലാണ്ട്, അമേരിക്കയ്ക്ക് ഒരു എത്തുംപിടിയില്ലാണ്ട് ഈ റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെ അവസാനിപ്പിക്കണം എന്ന് ഒരു എത്തുംപിടിയില്ലാതെ നിൽക്കുന്ന അവസ്ഥയിലാണ് ഇന്ത്യയെ പിടിച്ച് ഇന്ത്യയുടെ തലയിൽ ഓയിൽ, ഇന്ത്യ, റഷ്യ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ്? ഇവരുടെ ഫോറിൻ പോളിസി പരാജയമാണ്, നിരുപാധികം പരാജയപ്പെട്ടിരിക്കുകയാണ്. റഷ്യ ഇപ്പം ഏറ്റവും കൂടുതൽ അഗ്രസീവായിട്ട് വരികയാണ്. അത് റഷ്യയുടെ 800-ലധികം
ഡ്രോണുകളും മിസൈലുകളും ആക്രമണം നടത്തി കീവ് എന്ന് പറഞ്ഞ നഗരത്തിനെ ടാർഗറ്റ് ചെയ്ത് അതിരൂക്ഷമായ നിലയിലുള്ള ആക്രമണങ്ങളാണ് റഷ്യ കാഴ്ചവെക്കുന്നത്. ഇതിനകത്ത് പാട്രിയോട്ട് മിസൈൽ സിസ്റ്റം തികഞ്ഞ പരാജയം. റഷ്യ തീർച്ചയായിട്ടും പാട്രിയോട്ട് മിസൈൽ സിസ്റ്റത്തിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. അവർ കൂടുതൽ വൻതോതിൽ ഡ്രോണുകൾ അയക്കുകയാണ്. കമിക്കാസ് ഡ്രോണാണ് ഏറ്റവും കൂടുതൽ അയക്കുന്നത്. കമിക്കാസ് ഡ്രോൺ ഏറ്റവും കൂടുതൽ റഷ്യക്ക് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചൈനയും ഇറാനും സമ്മതിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ബലത്തിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പം ആക്രമണങ്ങൾ ഉള്ള ഡ്രോണുകളെല്ലാം പിറക്കി അങ്ങ് അടിക്കുകയാണ് റഷ്യ. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ റഷ്യക്ക് ഒരു ഡോമിനൻസ് വേണം. റഷ്യ അവരുടെ ചൊൽപ്പടിക്ക് ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് പുടിൻ ആഗ്രഹിക്കുന്നത്. അതാണ് റഷ്യ പറയുന്ന മെസ്സേജ്. അല്ലാതെ എന്തുകൊണ്ടാണ് ഇത്രയും ഹാർഡായിട്ട് ആക്രമണം നടത്തുന്നതെന്ന് പറഞ്ഞു റഷ്യയുടെ പവർ, റഷ്യയുടെ ചൊൽപ്പടിക്ക് ഉക്രൈനിന്റെ യുദ്ധം അവസാനിപ്പിക്കണം. ഹംഗറിയുടെ ലീഡർ വിക്ടർ ഓർബൻ പറഞ്ഞിരിക്കുന്നത് യൂറോപ്പ് ഭയങ്കര വീക്കായിരിക്കുകയാണ്, കാരണം അമേരിക്ക ചതിച്ചു. വളരെ തുറന്നു തന്നെ പറഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെ ആയുധങ്ങളെ വിശ്വസിച്ചിരുന്ന യൂറോപ്പ് പരാജയപ്പെട്ടിരിക്കുകയാണ്. ശരിക്കും യൂറോപ്പ് ഭയങ്കര വീക്കാണ്. ഉക്രൈനെ മൂന്നായിട്ട് ഭാഗിച്ച് ഒരു ഭാഗം റഷ്യയ്ക്കും മറ്റേ ഭാഗം യൂറോപ്പിനും പിന്നെ ഇടയ്ക്ക് കുറച്ച് ബഫർ സോണും ആക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. എല്ലാവർക്കും സന്തോഷം കിട്ടും, സമാധാനം കിട്ടും എന്നാണ് വിക്ടർ ഓർബൻ ഒരു റിയാലിറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇപ്പം അമേരിക്കയുടെ മുന്നിലുള്ള ഓപ്ഷൻ, ഇപ്പം റഷ്യ അഗ്രസീവായിട്ട് ആക്രമണം നടത്തുകയാണ്. ഒന്നെങ്കിൽ ലോങ് റേഞ്ച് മിസൈൽ ഉക്രൈന് സപ്ലൈ ചെയ്ത് ഉക്രൈനെ കൊണ്ട് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോ, അതേപോലെ തന്നെ മറ്റുള്ള സിറ്റികളായിട്ടുള്ള സെന്റ് പീറ്റേഴ്സ്ബർഗ്, ഇവിടെയൊക്കെ ആക്രമണം നടത്തണം, തകൃതിയായിട്ടുള്ള ആക്രമണം. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ മേലിൽ കടുത്ത സമ്മർദ്ദം, അതായത് നിങ്ങൾ സെക്കൻഡറി സാങ്ഷൻസ് കൊണ്ടുവരും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രഷർ, അതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് യൂറോപ്പ് ആണെങ്കിൽ ഇന്ത്യയുടെ മേളിലൊക്കെ എങ്ങനെ ഇനി പ്രഷർ ഇടാനാണ്, ഇന്ത്യയുടെ മേളിലൊക്കെ എങ്ങനെയാണ് ഇനി സാങ്ഷൻസ് ഇടുന്നത്? കാരണം റിയാലിറ്റി അവർക്കറിയാം. അമേരിക്കയുടെ പ്രഷറിന് വേണ്ടിയിട്ട് സെക്കൻഡറി സാങ്ഷൻസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ത്യയുടെ മേളിൽ അങ്ങനെ പ്രത്യേകിച്ച് സാങ്ഷൻസ് ഒന്നും കൊണ്ടുവരാൻ പെട്ടെന്ന് തിടുക്കിട്ട് ഒരു സാങ്ഷൻസ് അപ്ലൈ ചെയ്യാൻ യൂറോപ്പ് മടിക്കുന്നത്. സെലൻസ്കി വിചാരിക്കുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പ്രഷർ ചെയ്ത് പുടിന്റെ മേളിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് യുദ്ധം അവസാനിപ്പിക്കണം എന്നാണ് സെലൻസ്കി പറയുന്നത്. പക്ഷേ സെലൻസ്കി ഒരിക്കലും മോസ്കോയിൽ ചർച്ചയ്ക്ക് പോകാൻ തയ്യാറല്ല. പുടിൻ ആണെങ്കിൽ നീ മോസ്കോയിൽ വന്ന് ചർച്ച നടത്തിയാൽ മതി എന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. കീവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെല്ലാം തന്നെ ഇതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഒരു യുദ്ധം സെലൻസ്കിയും പുടിനും നേരിട്ട് നിന്ന് സംസാരിച്ചാലേ ഈ യുദ്ധം അവസാനിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ ഇത് അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളായിക്കോട്ടെ, ഇപ്പം സ്റ്റാർമർ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ ആയിക്കോട്ടെ, ഇമ്മാനുവൽ മാക്രോൺ ഒക്കെ എപ്പോഴോ നാളെയോ എന്ന് പറഞ്ഞിരിക്കുകയാണ്. പുള്ളി തന്നെ അടുത്ത ഇലക്ഷനിൽ വിജയിക്കുമോ എന്നുള്ളത് ഡൗട്ട്ഫുൾ ആണ്. ഫ്രാൻസിന്റെ ഉള്ളിൽ ഇമ്മാനുവൽ മാക്രോണിന് സപ്പോർട്ട് ഇച്ചിരി കുറവാണ്. പക്ഷേ ഫ്രാൻസിലെ ഇമ്മാനുവൽ മാക്രോൺ മാറി വേറൊരു ഗവൺമെന്റ് വന്നാലും ഇന്ത്യയുമായിട്ടുള്ള ബന്ധത്തിൽ മാറ്റം വരുത്താൻ പറ്റില്ല. കാരണം ഇന്ത്യയുമായിട്ട് അത്ര രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ട് ഉണ്ട്. കാരണം ആ രീതിയിലുള്ള എമൗണ്ട് മുടക്കിയാണ് ഇന്ത്യ ഫ്രാൻസിലേക്ക് ഓർഡറുകൾ കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഓൺ ഗോയിങ് പ്രോജക്റ്റിനെ നിർത്തിക്കൊണ്ടുള്ള ഒരു ജിയോ പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റില്ല ഫ്രാൻസിന്. അപ്പൊ അത് ആ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പൊ യൂറോപ്പ് ശരിക്കും പറഞ്ഞാൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പൊ യൂറോപ്പ് ഇപ്പൊ സെലൻസ്കി പറയുന്നത് യൂറോപ്പിന്റെ സഹായത്തോടു കൂടി ഞാൻ റഷ്യയെ നേരിടുമെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അമേരിക്കയുടെ സപ്പോർട്ട് എന്നുള്ളത് ഇപ്പോൾ മാറി. കാരണം അതാണ് അവസ്ഥ. കാരണം അമേരിക്ക ഉദ്ദേശിച്ച പോലെയുള്ള ആയുധങ്ങൾ കൊടുക്കുന്നില്ല, അതാണ് പ്രശ്നം. ഇപ്പൊ ഇത്രമാത്രം ഉക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്ന അമേരിക്ക ഇന്ത്യയെ മാത്രം പോയിന്റ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ റഷ്യയുമായിട്ട് തുടർച്ചയായി ബിസിനസ്സുകൾ നടത്തുകയും, എന്നാൽ റഷ്യയുടെ ഓയിലിന് ഇതുവരെ ഒരു സാങ്ഷൻ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടില്ല. അതാണ് ഇതിലെല്ലാം വലിയ ചോദ്യചിഹ്നം. അപ്പൊ ഇവിടെയൊക്കെയാണ് അമേരിക്കയുടെ ഇരട്ടത്താപ്പുകൾ ഒളിഞ്ഞു കിടക്കുന്നത്. ഇപ്പൊ നിരന്തരം അമേരിക്ക യൂറോപ്പിനെ പുഷ് ചെയ്യാണ്. യൂറോപ്പിനെ പുഷ് ചെയ്തിട്ട് പറയുന്നത് സെക്കൻഡറി സാങ്ഷൻ കൊണ്ടുവരും. സെക്കൻഡറി സാങ്ഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ യൂറോപ്പ് സർവൈവ് ചെയ്യാൻ പറ്റത്തില്ല. അതാണ് യൂറോപ്പിന്റെ പ്രശ്നം. വേണമെങ്കിൽ സെക്കൻഡറി സാങ്ഷൻസ് ഒക്കെ പറയാം, പക്ഷേ അത് ആപ്ലിക്കബിൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും അത് ലംഘിച്ചുകൊണ്ട് ഇന്ത്യ എടുത്തും ചൈന എടുത്തും മറ്റു പല സെക്കൻഡറി സാങ്ഷൻസ് വാങ്ങിക്കുന്ന രാജ്യങ്ങളുമായിട്ടും ട്രേഡ് നടത്തേണ്ട സാഹചര്യത്തിലേക്ക് തള്ളപ്പെടും. അങ്ങനെയാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ പോളിസിയെ തന്നെ വയലേറ്റ് ചെയ്തു എന്നുള്ള ഒരു പേര് യൂറോപ്പിലുള്ള പല രാജ്യങ്ങൾക്കും തന്നെ നേരിടേണ്ടി വരും. ഇതൊക്കെ തന്നെയാണ് യൂറോപ്പിന്റെ അവസ്ഥ. ഇതിനകത്ത് ഇന്ത്യയുടെ റോൾ എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ യൂറോപ്പ് സാങ്ഷൻ അപ്ലൈ ചെയ്യുന്നെങ്കിൽ യൂറോപ്പിന് ഓയിൽ ഇന്ത്യ കൊടുക്കത്തില്ല, അതുപോലെ തന്നെ യുക്രൈനിലെ സെലൻസ്കിക്ക് ഡീസലും കൊടുക്കില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ കണ്ടെത്തിയിട്ട് വേണം അവർ ഇന്ത്യക്കിട്ട് താരിഫുമായിട്ട് വരാൻ. പക്ഷേ അമേരിക്ക ഇതിനകത്ത് ഇരട്ടത്താപ്പാണ്. കാരണം അവർ ഇതിനകത്ത് ഒന്നിലും ഇടപെടത്തില്ല. ശരിക്കും ഈ അലാസ്ക സമ്മിറ്റ് കഴിഞ്ഞതിന് ശേഷം ട്രംപ് പൂർണ്ണമായിട്ട് മാറി നിൽക്കുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത്. ഇത് റഷ്യ ഉക്രൈൻ മീഡിയേഷനിൽ നിന്നും പുടിനെതിരെ ഇടയ്ക്കിടയ്ക്ക് 1-2 സ്റ്റേറ്റ്മെന്റുകളൊക്കെ പറയുന്നുണ്ട്. അതിലുപരിയായിട്ട് ഒരു രീതിയിലുള്ള ആക്റ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്കും അമേരിക്കൻ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇറങ്ങി വരുന്നതായിട്ട് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ എന്തായാലും കുറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.